ആദ്യം തന്നെ പറയും ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? ഒരു ഇന്റർവ്യൂവിൽ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട്, അതും TV സിനിമ മേഖലയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് അയാളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ കടന്നു കൊടുത്തുകൊണ്ടല്ലേ ഇത്രയും കാലം ഫീൽഡിൽ നിന്നതെന്ന്, അല്ലെങ്കിൽ പച്ചക്ക് നിങ്ങൾ വേശിയാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? എനിക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. കേരളത്തിൽ ഏറ്റവും ഊള ഇന്റർവ്യൂ നടത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഊള ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഒരു കോമൺ സെൻസും ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഊളയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്ന ഇവന്റെ പേര് എബിൻ വർഗീസ് എന്നാണ്. ഇവനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവനെ ആദ്യമായിട്ടൊന്നല്ല ഇതുപോലത്തെ ഊള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവനെ ഒരു ഊളാന്ന് വിളിച്ചാൽ അത് ഊളകൾക്കൊരു അപമാനമായിട്ട് തോന്നും. ഇവന്റെ അത്രയും അപരാധം പിടിച്ചൊരു ഇന്റർവ്യൂർ കേരളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയത്തിൽ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ. തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. ഇവനിപ്പോഴും പറയുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നങ്ങ് പറഞ്ഞാൽ പോരെ, വെറുതെ ന്യായീകരിക്കണമെന്നൊക്കെയുള്ളതാണ്. ഇവന്റെ ചോദ്യത്തിലെ പ്രശ്നം എന്താണെന്ന് പോലും ഇവനിതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം കോമൺ സെൻസ് വേണം. അത് ഇവനില്ല. ഇപ്പം ഇവന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാര്യം പറയാം. ഇപ്പം നിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ ബാക്കിയുള്ളവർക്ക് കടന്നു കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ നിൻ്റെ പെങ്ങൾ ബാക്കിയുള്ളവർക്ക് കടന്നു കൊടുത്തിട്ടാണോ നിന്നെ ഇത്രയും വളർത്തിയതെന്നൊക്കെ ചോദിച്ചാൽ നീ എന്ത് പറയും? ആത്മാഭിമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്നവൻ്റെ കർണക്കുറ്റി നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കും. ഇനി അതിന് നമുക്ക് കെൽപ്പില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവനോട് 2 വർത്താനെങ്കിലും പറഞ്ഞിട്ട് പോരും. അല്ലാതെ ചിരിച്ചിട്ട് ഇല്ല എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മറുപടി കൊടുത്തിട്ട് ആരും പോരാനൊന്നും പോകുന്നില്ല. അഭിമാനമുള്ളവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയായിരിക്കും, തിരിച്ചെന്തായാലും റെസ്പോണ്ട് ചെയ്യും. നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇവന്റെ എല്ലാ ഇന്റർവ്യൂസും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും ഡബിൾ മീനിങ് ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ വരുന്ന ആളെ ഇൻസൾട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ ഉണ്ടാവും. കുറച്ച് മുമ്പ് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്ന ആള് നല്ല തെറി പറഞ്ഞിട്ട് പോയതാണ് ഇവനെ. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം തന്നെ ഇവന് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, കടന്നു കൊടുത്തുകൊണ്ടാണ് ഇത്രയും കാലം ഫീൽഡിൽ പിടിച്ചു നിന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കഴിവ് കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ട് ആ ഫീൽഡിൽ എത്തിയ ഒരാൾക്ക് ദേഷ്യം തോന്നും. ഇപ്പം മനീഷ ഏതായാലും എനിക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവന് കിട്ടേണ്ടത് ഏതായാലും മനീഷ വയറ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലത്തെ ചുട്ട മറുപടി ഇവൻ അർഹിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ